ഹായ് ഹലോ ഗൈസ്, എല്ലാ ദിവസവും എല്ലാ തവണയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ വീഡിയോസ് ആണല്ലോ. നമുക്ക് ഒരു ട്രെയിൽ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ട്രെയിൽ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായി റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലി എന്ന സിനിമയുടെ ട്രെയിലറായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് റിയാക്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. സൺ പിക്ചേഴ്സിന്റെ ആണല്ലേ? நெத்தில எழுதிருக்குன்னு உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. ஏய் சௌபின், எனக்கு நம்ம இந்த நெட்வொர்க்கால மட்டும் அவனுக்கு பெரிய ஆளான மாதிரி தெரியல. அவனுக்கு உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். ஏய் நாகார்ஜுனா, சத்யராஜ், இங்கு கபாலாயிட்டு இல்லாம ஒரு பேர்ல எனக்கு தேவை அந்த ஒரு புலி, அந்த ஒத்த புலி. നാഗാർജുൻ്റെ വാക്കിംഗ് സ്റ്റൈൽ അടിപൊളിയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ വാക്കിംഗ് സ്റ്റൈൽ പോലെ വേറൊരു പ്രത്യേക ഒരു സ്റ്റൈലാണ്. അടിപൊളിയാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് നാഗാർജുൻ. ഏയ് അതിൽ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ടൈറ്റില് നമ്മളിപ്പോൾ ഈ വിജയുടെ ഒക്കെ പടങ്ങൾ കാണാറില്ലേ, അതിൽ ദളപതി ഓരോ സിനിമയിൽ വരുമ്പോൾ ദളപതി വിജയ് എന്ന് പറഞ്ഞിട്ട് പല പല സ്റ്റൈലിലാണ് കാണിക്കുന്നത്. അതുപോലെ പല പല സ്റ്റൈൽ കാണിച്ചിരുന്നിട്ടുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ലിങ്കയിലായിരുന്നു തോന്നുന്നു അവസാനമായിട്ട് പല പല സ്റ്റൈൽ. ലിങ്കയിൽ വേറെ സ്റ്റൈലാണ് സൂപ്പർ സ്റ്റാർ രജനി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ബാക്കി എല്ലാത്തിലും എനിക്ക് തോന്നുന്നു പഴയ അണ്ണാമലയാണോ ഭാഷയാണോ അതിലൊക്കെ വെച്ച് അതേ സെയിം ടൈറ്റിൽ കാർഡ് തന്നെയാണ് വയ്ക്കുന്നത്. ഓരോ സിനിമയിലും ഓരോ വെറൈറ്റി വന്നിരുന്നെങ്കിലുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല ലാസ്റ്റ് 2.0-ലായിരുന്നു. 2.0-ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ പല സ്റ്റൈലിലായിരുന്നു വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ ടൈറ്റിൽ കാർഡ് വിജയുടെ തന്നെ ആയിരിക്കും തോന്നുന്നു. ഓരോ വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് പല പല സ്റ്റൈലിൽ വെക്കുന്നത്. പക്ഷെ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് രജനിയുടെ സിനിമകളിൽ പല പല സ്റ്റൈലിൽ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് നമ്മുടെ ശിവാജിയിലെ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് സൂപ്പർ സ്റ്റാർ രജനി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇതിൽ അതേപോലെ എന്തെങ്കിലും കൊണ്ടുവരാൻ തോന്നുന്നു. നമ്മുടെ ലോകേഷിൻ്റെ ലിയോയിലായിരുന്നല്ലോ ഒരു വെറൈറ്റി രീതിയിൽ ദളപതി വിജയ് എന്ന് പറഞ്ഞിട്ടൊക്കെ ടൈറ്റിൽ കാർഡ് കാണിച്ച്. അപ്പോൾ ഇതിലും ഒരു വെറൈറ്റി എന്തെങ്കിലും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് കാണാം ബാക്കി. ഉപേന്ദ്ര കന്നഡ സ്റ്റാറാണ്, കന്നഡയിലെ സൂപ്പർ സ്റ്റാർ. അടിപൊളിയാണ്. ഇവിടെ കുറേ പടങ്ങളുണ്ട്, നൈസാണ്. അമീർ ഖാൻ, ഇത് മറ്റേ ജയിലർ പോലെയാണ്. എല്ലാ ഇൻഡസ്ട്രിയിലെയും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടല്ലോ. ഈ സൗബിനാണോ എന്തോ ഇതിന്റെ വില്ലൻ. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். பறக்க மந்திர விசில் பறக்கவே எடா கொக்கி கூகுலே move your body the most fun is beyond the party. It's too much heat we fucking got it. The phone is the thing. വാക്കിംഗ് സ്റ്റൈൽ, തലവരുടെ വാക്കിംഗ് സ്റ്റൈലാണ് മാസ്. പ്രത്യേക ഇത്രയും വയസ്സായിട്ടും പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൽ പറയാതിരിക്കാൻ വയ്യ. ഇതിൽ ഡാൻസ് നമ്മൾ മറ്റേ കൂലിയിലെ ചില വീഡിയോ സോങ്സ് ഇറങ്ങിയത്, അതായത് ഡാൻസ് ഒരു രക്ഷയില്ല കേട്ടോ.
മറ്റ് സിനിമകളിൽ തലവരുടെ മുമ്പ് ഇറങ്ങിയ ചില പടങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ ഈ ഡാൻസ് സ്റ്റെപ്സ് ഉണ്ടെങ്കിലും പുള്ളിയുടെ പ്രായത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് പോലെ ഒരു ഇത് തോന്നാറുണ്ട് ചില സ്റ്റെപ്സ് ചെയ്യുമ്പോൾ. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് സ്റ്റെപ്പ് ചെയ്തത്. അത് സമ്മതിച്ചു കൊടുക്കണം. പുള്ളിയുടെ ഈ ഏജിലൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റ് ആക്ടേഴ്സ് മറ്റ് അടിപൊളിയായിട്ട് തമിഴിൽ മറ്റ് കിടലായിട്ട് ഡാൻസ് ചെയ്യുന്ന ആക്ടേഴ്സായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം പുള്ളിയുടെ ഏജ് എവിടെ കിടക്കുന്നു, ബാക്കിയുള്ളവരുടെ ഏജ് എവിടെ കിടക്കുന്നു. എന്നിട്ട് പുള്ളി ആ ഏജിൽ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വെറുതെ പുള്ളീൻ്റെ കയറി ഇതേപോലെ ഈ ഡാൻസിൻ്റെ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഇപ്പം നിലവിലൊരു ലീഗ് ഇല്ല, ഒരു എതിരാളി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു തരത്തിലാണ് പുള്ളിയുടെ ഒരു പോക്ക്. നേരത്തെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഒതുങ്ങിയ അവസ്ഥ പോലെയാണ് ഇരിക്കുന്നത്. നിലവിൽ ആകെ ആക്റ്റീവ് ആയിരിക്കുന്ന പുള്ളി മാത്രമാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡാൻസിൻ്റെ ഡാൻസ് സ്റ്റെപ്പും പുള്ളിയുടെ ഒരു ബോഡി അതിന് വഴങ്ങുന്നുണ്ടല്ലോ. പുള്ളി അത് പുള്ളീൻ്റെ മാക്സിമം ചെയ്തിട്ട് അത് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊറിയോഗ്രാഫി ചെയ്ത ആളൊക്കെ ഗംഭീരമായിട്ട് അത് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. സമ്മതിച്ചു കൊടുക്കണം. നമ്മുടെ ഭാഷയുടെ ഒരു ഇതുപോലെ ഉണ്ടല്ലോ ഇപ്പൊ കാണിച്ചത്, ഭാഷയിൽ കാണിക്കുമ്പോൾ. August 14 പടം എന്തായാലും ഫസ്റ്റ് ഷോ കാണാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഫസ്റ്റ് ഡേ എന്തായാലും കാണും. ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പറ്റുമെന്നറിയില്ല. ഫസ്റ്റ് ഡേ തന്നെ എന്തായാലും കാണണം പടം. ഞാൻ തലവരുടെ ഒട്ടുമിക്ക എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ പോയി കാണും. ഫസ്റ്റ് ഷോ കാണാൻ ചിലപ്പം പറ്റിയെന്നല്ല, പക്ഷെ ഫസ്റ്റ് ഡേ എന്തായാലും കാണും. നല്ല രസമാണ് പുള്ളിയുടെ മൂവീസ്. അത് ഈ റിസൾട്ട് എന്തായാലും സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അത് മൂവീസ് കാണാൻ നല്ല രസമാണ്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് മാത്രം കണ്ടാൽ മതി. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഭയങ്കര രോമാഞ്ചം ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ലെവലാണ്. അത് ഇത്രയും പ്രായമായിട്ടും അതിന് യാതൊരു മാറ്റവും വന്നില്ല. അത് പുള്ളിയെ സമ്മതിച്ചേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പല ആക്ടേഴ്സ് വെച്ചും ഇപ്പം കമ്പയർ ചെയ്യാറുണ്ടെങ്കിൽ പോലും അത് എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വയസ്സൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഏജിൽ പുള്ളി ഇത്രയും സ്ക്രീൻ പ്രസൻസും ഇത്രയും മാസ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അതിൽ ബാക്കിയുള്ളവർ അത്രയും പ്രായം ആവാത്ത ആൾക്കാരായിട്ടൊക്കെ കമ്പാരിസൺ നടത്തേണ്ട ഒരു കാര്യമില്ല. എന്തുകൊണ്ടോ അത് ആ തരത്തിലൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ പുള്ളിയുടെ റേഞ്ച് വേറെയാണ്. റേഞ്ച് അത് ഒരിക്കലും വേറെ ഒരു നടനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എവിടെ കിടക്കുന്നു, ബാക്കിയുള്ളവർ എവിടെ കിടക്കുന്നു. അപ്പം ആ ഒരു ഇത്രയും ഏജിൽ പുള്ളി ഇതൊക്കെ കാണിക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും വളരെ എനർജറ്റിക് ആണ്. ഈ പ്രായത്തിലും പുള്ളി ചെയ്യുന്നല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവി പേട്ടയായിരുന്നു. പേട്ടയ്ക്ക് ശേഷം ഇറങ്ങിയ മൂവീസൊക്കെ നല്ല മൂവീസാണ്. പക്ഷെ പേട്ടേനുണ്ടായ ഒരു ഇമ്പാക്റ്റ് ബാക്കിയുള്ളതിനുണ്ടെന്ന് തോന്നിയില്ല. എല്ലാം എൻ്റർടൈനിങ് ആയിരുന്നു. ദർബാറൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. അതിൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫൈറ്റ് സീനൊക്കെ എൻ്റർടൈനിങ് ആയിരുന്നു. പക്ഷേ പേട്ട കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ക്ലാസും മാസും എല്ലാം കൂടി ചേർന്ന ഒരു പടമായിരുന്നു. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ഏകദേശം ജയിലറിൻ്റെ ഒരു മോഡൽ പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ജയിലറല്ല, ജയിലറിനെങ്കിലും അടിപൊളിയായിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പേട്ടയുടെ ക്വാളിറ്റിയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്തായാലും വെടിക്കെട്ട് പടമായിരിക്കും. അല്ലാതെ ബാക്കി ഈ സെറ്റപ്പും പിന്നെ ലോകേഷിൻ്റെ മൂവി ആണല്ലോ, വളരെയധികം എൻ്റർടൈനിങ് ആയിരിക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കി നോക്കാം. 14 തീയതി അല്ലേ? 14 തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. നോക്കാം.